ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു വെരാൻഡ റേസ് യൂട്യൂബ് ചാനൽ. നമ്മൾ റേഷ്യോ പ്രൊപ്പോർഷൻ വേരിയേഷൻ എന്നുള്ള ടോപ്പിക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു. ഇനി ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഇഫക്റ്റീവായിട്ട് പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിൽ ആപ്ലിക്കബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരമാണിത്. അപ്പോൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മസ്റ്റ് ഡു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് തന്നെ നമുക്ക് കരുതാവുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഈ സെക്ഷൻസിലൂടെ പരിചയപ്പെടുക. അതിലെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസിനെ ഇവിടെ പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, two numbers a and b are in the ratio 13:17. If a is increased by 15% and b is increased by 30%, then the new ratio of a to b will be. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്ന്, നിങ്ങൾക്ക് അവിടെ ഒരു വർക്ക്ഷോപ്പ് സെഷൻ പോലെ മീൻസ് ഈ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ട്രൈ ചെയ്യാനും, ഇനി ആ ചെയ്തതിൽ എന്താണ് അവിടെ കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ്, നമുക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഏത് തരത്തിലായിരിക്കണം നമ്മൾ അത്തരം ക്വസ്റ്റ്യൻസിനെ സമീപിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയയുമാണ് ഇവിടെ നിന്ന് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിനെ എങ്ങനെ കൺസിഡർ ചെയ്യാം? two numbers a and b are in the ratio 13:17. അപ്പോൾ നമുക്കതിനെ സൗകര്യാർത്ഥം ഇങ്ങനെ എഴുതി, എയും ബിയും. ഇപ്പോൾ അതെന്തായിരുന്നു? 13:17 ആണ്. ഇനി അതിനെന്ത് മാറ്റം സംഭവിച്ചു എന്ന് നമ്മൾ എളുപ്പത്തിൽ ചിന്തിച്ചാൽ, എ ഇൻക്രീസ്ഡ് ബൈ 15%. അപ്പോൾ 15% കൂടി എന്നെഴുതുന്നത് എങ്ങനെയാ? 115% ഓഫ് 30. അപ്പോൾ എക്ക് വന്ന മാറ്റം ഇതാണ്. ഇനി ബി യെ കുറിച്ച് ചിന്തിക്കുകയാണ്. ബിക്ക് എന്താണ് മാറ്റം സംഭവിച്ചത്? ബി ഇൻക്രീസ്ഡ് ബൈ 30%. അപ്പോൾ അതെങ്ങനെ എഴുതും? 130% ഓഫ് ബിയുടെ സ്ഥാനത്ത് ആര് വന്നു? 70. ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി, ഇതിനെ 115 × 13, ഡിനോമിനേറ്റർ 130 × 17 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് 13 ഇങ്ങനെ കട്ട് ചെയ്തു. 13 കട്ട് ചെയ്തപ്പോൾ 10 വന്നു. ഇനി അടുത്ത് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഒരു 5 കൊണ്ട് കട്ട് ചെയ്യുക അല്ലേ? 5 × 2 10 വന്നത്. 5 ഇവിടെ എത്രയെന്ന് വന്നോളും? 23. ഇനി എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ സാധ്യമാണോ? അല്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലായി ഇതിൻ്റെ മോസ്റ്റ് സിംപ്ലിഫൈഡ് വാല്യൂ എന്ന് പറയുമ്പോൾ അപ്പോൾ 23:34 എന്ന് വന്നില്ലേ? അപ്പോൾ ലുക്ക് അറ്റ് ദ ഓപ്ഷൻസ്. 23:34. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ 13:17 എന്നുള്ളത് സ്റ്റുഡൻസ് ചിലപ്പോൾ ഫോർ ദ കൺവീനിയൻസ് ഓഫ് ഓപ്പറേഷൻ അതിനെ 130 170 ഒക്കെ സങ്കല്പിച്ച് പെർസെൻറ്റേജിലെ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കും. അതിന് നിൽക്കേണ്ട, കേവലം ഇത്തരത്തിലുള്ളൊരു സിംപ്ലിഫിക്കേഷനിലൂടെ നമുക്ക് ആൻസറിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലെ പ്രായോഗികമായിട്ടുള്ള ഐഡിയാസാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്യുന്നതിലൂടെ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. ഇപ്പോൾ നിങ്ങളവിടെ ഒബ്സർവ് ചെയ്യേണ്ടത്, ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, എങ്ങനെയാണ് അത് ചെയ്യാൻ തോന്നിയത്, അപ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് ഞാൻ പറയുന്നതിലുള്ളത് എന്നുള്ളതാണ് ഒബ്സർവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ അതിനെ ഒന്ന് കൺസിഡർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ മോസ്റ്റ് സ്യൂട്ടബിൾ വേ തന്നെ കിട്ടിയോ സ്വയം ചിന്തിച്ചപ്പോൾ? അപ്പോൾ ആ ഒരു വേയിൽ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം നമ്മളിതിനെ കൺസിഡർ ചെയ്യാൻ. ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഡിവൈസർ ആൻഡ് റിമൈൻഡർ ഈസ് 3:2. ആൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഡിവൈസർ ആൻഡ് ദ കോഷ്യന്റ് ഈസ് 7:12. If the remainder is 14, then find the remainder when the dividend is divided by 9. ഒരു ഇച്ചിരി മിക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. നമ്പേഴ്സിലെ കോൺസെപ്റ്റ് കൂടെ അവിടെ കടന്നു വരിക. അപ്പോൾ നമ്പേഴ്സിലെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു സംഖ്യ, ഇപ്പോൾ 20 എന്നൊരു സംഖ്യയെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് 2 തവണ 7 ഉണ്ട്. അപ്പോൾ ഇത് 14 വന്നു, മിച്ചം 6 വന്നു. ഇവരെയൊക്കെ വിളിക്കുന്ന പേരുകൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ 20നെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ്. 20നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ്. അതിനെ നമ്മൾ സൗകര്യാർത്ഥം n എന്ന് കരുതിക്കൂ. 7നെ എന്ത് വിളിക്കും? 7 ഡിവൈസർ. 7 ഡിവൈസർ. അതിനെ ഡി എന്ന് വിളിക്കാം, ഡി. അപ്പോൾ ഈ 2 ആരാ? 2നെ വിളിക്കുന്ന പേരാണ് കോഷ്യന്റ്. 2 ഈസ് കോൾഡ് കോഷ്യന്റ്. കോഷ്യന്റ് Q ആണ്. അപ്പോൾ ഈ അവശേഷിച്ച 6 അതിനെ വിളിക്കുന്ന പേരാണ് റിമൈൻഡർ. റിമൈൻഡർ 6 എന്ന് വിളിച്ചു. ഈ 14ന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, അതതിൻ്റെ പ്രോഡക്റ്റ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി,
ഈ പറയുന്ന 20A, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, 20A 7 × 2 + 6 എന്ന് എഴുതാം. അഥവാ n = d × q + r എന്ന് എഴുതരുതോ? അപ്പം ഇതാണ് ഒരു സംഖ്യയെ ഡിവൈസറും കോഷ്യൻറ്റും റിമൈൻഡറും വെച്ച് എക്സ്പ്രസ് ചെയ്യുന്ന ട്രിക്ക്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചോദ്യം. അപ്പോൾ ആദ്യമേ ഈ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവരും അത് നോട്ട് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഇനി ഞാൻ പറയുന്ന അപ്പോൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ റിലേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിവിടെ പറയുകയാണ് ഡിവൈസറും റിമൈൻഡറുമായിട്ടുള്ള റിലേഷൻ. ഡിവൈസർ ആൻഡ് റിമൈൻഡർ അത് 3:2 ആണ്. ഇനി എന്താ അടുത്ത പറഞ്ഞേ? ഡിവൈസർ ആൻഡ് കോഷ്യൻ. ഡിവൈസറുമായിട്ട് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഡിവൈസർ ആൻഡ് കോഷ്യൻ അതെന്ന് പറയുമ്പോൾ 7:12. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു, രണ്ടിടത്തും ഡിവൈസർ ഉണ്ട് കണ്ടോ, ഡിവൈസർ. അപ്പോൾ നമുക്ക് ഈ ഡിവൈസറിൻ്റെ വാല്യൂവിനെ രണ്ടിടത്തും സെയിം ആക്കണം. സെയിം ആക്കാൻ എന്താണ് മാർഗം? അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ മതി, ഫസ്റ്റ് റേഷ്യോയെ 7 കൊണ്ടും സെക്കൻഡ് റേഷ്യോയെ 3 കൊണ്ടും ഒന്ന് ഗുണിച്ച്. ഫസ്റ്റ് റേഷ്യോയെ 7 കൊണ്ട്, അപ്പോൾ ഈ ഫസ്റ്റ് റേഷ്യോ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ അതിൻ്റെ ഈക്വലൻ റേഷ്യോ 21:14 എന്ന് കിട്ടും. സെക്കൻഡ് റേഷ്യോയെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഈക്വലൻ റേഷ്യോ 21:36 എന്നും കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി ഡിവൈസർ, കോഷ്യൻ, റിമൈൻഡർ ഇവരൊക്കെ റേഷ്യോ ആണ്. ഡിവൈസർ 21 കണ്ടോ, ഡിവൈസർ 21. കോഷ്യൻ്റെ എത്രയാ? 36. റിമൈൻഡർ എത്രയാ? 14. അപ്പോൾ റേഷ്യോ കിട്ടും. ഇനി നമ്മോട് പറയുകയാണ് ഇഫ് ദ റിമൈൻഡർ ഈസ് 14. അപ്പോൾ കൃത്യമായിട്ട് ഈ റിമൈൻഡറിന്റെ റേഷ്യോ വാല്യൂ വരെ നമുക്ക് കിട്ടിയ 14 എന്നുള്ളത്. അപ്പോൾ ഇവിടെ റിമൈൻഡർ യഥാർത്ഥത്തിൽ 14 തന്നെയാണെന്ന്. അപ്പോൾ ഇവിടെ പറയുകയാണ് ഇഫ് റിമൈൻഡർ ഈക്വൽ ടു 14. നമുക്ക് എന്തൊക്കെ പറയാം? റിമൈൻഡർ എന്ന് പറയുന്നത് 14 ആണെങ്കിൽ ഡിവൈസർ എന്ന് പറയുന്ന 21ഉം കോഷ്യന്റ് എന്ന് പറയുന്നത് 36 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയെ എങ്ങനെ സങ്കല്പിക്കാം? സംഖ്യ, നമ്പർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, അത് DQ + R എന്ന് എഴുതാമെന്ന് പഠിച്ചു. എന്ന് വെച്ചാൽ 21 × 36 + 14 അല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുവെക്കൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്കിനി അടുത്ത ട്രിക്കിലേക്ക് വരാം. നമ്മുടെ ചോദ്യം ആ സംഖ്യ എന്താണെന്നല്ല, അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ എന്നാ. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പിനെ ഇങ്ങനെ എഴുതാം, റിമൈൻഡർ ഓഫ്. ഈ എക്സ്പ്രഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റിമൈൻഡർ ഓഫ്. അപ്പോൾ ആ സംഖ്യയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 21 × 36 + 14 അല്ലേ? ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ എന്ന് ചിന്തിച്ചാൽ പോരെ? അതിലൊരു പ്രധാന ട്രിക്ക് ഒളിഞ്ഞു കിടപ്പുണ്ട്, മനസ്സിലാക്കിക്കോണം. ഇവിടെ നമുക്കറിയരുതോ 36 9 കൊണ്ട് ഡിവിസിബിളാണ്. 36 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഇവിടെ വരാൻ പോകുന്ന റിമൈൻഡർ 0 ആയിരിക്കത്തില്ലേ? ശ്രദ്ധിച്ചേ, ഈ പാർട്ട് മാത്രം 36നെ 9 കൊണ്ട് ഹരിച്ചു, ഹരിക്കാൻ പറ്റും എന്ന് വെച്ചാൽ റിമൈൻഡർ ഇല്ല. അപ്പം അവിടെ ഉണ്ടാകുവാൻ പോകുന്ന റിമൈൻഡർ 0 ആണ്. പിന്നെ അപ്പോൾ നമ്മൾ 14നെ മാത്രം നോക്കിയാൽ പോരെ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനെ ഇങ്ങനെ മാറ്റിയെടുത്തു, റിമൈൻഡർ ഓഫ് 14/9 ആയി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചോദ്യത്തിനെ ഒന്ന് മാറ്റി. 14നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എളുപ്പമല്ലേ? റിമൈൻഡർ എന്ന് പറയുന്ന 5 അല്ലേ? സോ ദ ആൻസർ ഈസ് 5. അപ്പോൾ അത്ര ഈസി അല്ല ക്വസ്റ്റ്യൻ. നമുക്ക് ഇവിടെ 1-2 കോൺസെപ്റ്റ്സിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസിൽ വളരെ അലേർട്ട് ആയിരിക്കണം. നമുക്ക് ആ കോൺസെപ്റ്റ്സുകളെല്ലാം തന്നെ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ അത്തരം ക്വസ്റ്റ്യൻസിനെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കൂ. The prices of 2 articles are in the ratio 4:5. If the price of the first article is increased by X% and that of the other is decreased by 30%, then the new prices of A and B will be in the ratio 10:7. Find the value of X. അപ്പോൾ സിമിലർ ടൈപ്പ് പ്രീവിയസ്ലി നമ്മൾ ചെയ്ത 2 നമ്പേഴ്സിൻ്റെ വേരിയേഷൻ പോലെ തന്നെ ഇതിനെ അപ്രോച്ച് ചെയ്യാം. ഈ 2 പ്രൈസും തമ്മിലുള്ള റേഷ്യോ 4ഉം 5ഉം ആയിരുന്നു. ഇതിന് സംഭവിച്ച മാറ്റത്തെക്കുറിച്ച് പറയാൻ പോവാം. ആദ്യത്തെ പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ X%. അപ്പം അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമേ, 100 + X% ഓഫ് 4. ഈ പെർസെൻറ്റ് ഓഫ് ഇനി ഞാൻ അവിടെ എഴുതുന്നില്ല, കാരണം ഡിനോമിനേറ്ററിലും പെർസെൻറ്റ് ആപ്ലിക്കബിളാണ്. ഡിനോമിനേറ്റർ 30% ഡിക്രീസ് ചെയ്തു.
അപ്പം 100 - 30 നമ്മൾ എഴുതാൻ പോകുന്നത്. അതിന് ഒറ്റയടിക്ക് ഇങ്ങനെ 70 എന്ന് എഴുതരുതോ? 70 ഓഫ് 5. ആക്ച്വലി അത് 70% ഓഫ് 5 ആണ്. ഇപ്പോൾ പെർസെൻറ്റ് ഓഫ് ഇനി എഴുതേണ്ട. ഇങ്ങനെ വന്നിരിക്കുന്നതാണ് ആര്? 10:7. അപ്പോൾ ഇവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 100 + x എന്താണെന്ന് കണ്ടുപിടിക്കരുതോ? അതിൽ നിന്ന് x എന്താണെന്ന് കണ്ടുപിടിക്കരുതോ? അപ്പം നമുക്കിവിടെ നോക്കാം എന്തായിരിക്കും 100 + x. ഇവിടെ 10/7 ഉണ്ട് ഓൾറെഡി. ഇവരെയൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ 70 മുകളിലുണ്ട്, 5 ഉണ്ട്, 4 മാത്രം താഴെ. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാണ്. ഇവിടെ സിംപ്ലിഫൈ ചെയ്തപ്പോഴത്തേന് ഇത് 10 എന്ന് വന്നു. 10 × 10 100. 100 × 5 ആണ് വന്നത്. അപ്പോൾ ആ 4 കൊണ്ട് വെട്ടുമ്പോൾ എന്തായി? 25 × 5 125. അങ്ങനെ എളുപ്പത്തിൽ കിട്ടി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടി 100 + x ആണ് 125. അപ്പോൾ എക്സ് എത്രയാണ്? എക്സ് എന്ന് പറയുമ്പോൾ 25 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ 25. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ്, ഈ വേരിയേഷൻ്റെ ഇത്ര കൂടി ഇത്ര കുറഞ്ഞു എന്നൊക്കെ പറയുന്ന ടൈപ്പിനെ കണക്ട് ചെയ്യുന്ന രീതി നമ്മൾ അവിടുന്ന് മനസ്സിലാക്കി വെച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. Sum of 4360 was to be divided among A, B, C, D in the ratio 3:4:5:8. But it was divided in the ratio 1/3:1/4:1/5:1/8 by mistake as a result. ഇച്ചിരി സമയം കളയുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യനാണ്. പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കേ. നമുക്ക് മനസ്സിലായി 4 പേർക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ മാറ്റങ്ങളെയാണ് നമ്മളിനി അവിടെ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് അവിടെ കൊണ്ടുവരേണ്ടത്? അപ്പോൾ ഇതിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്, എന്നാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ഇങ്ങനെയുമാണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഇനി കൺസിഡർ ചെയ്യണം എന്തായിരുന്നു ആക്ച്വൽ ഷെയർ, എന്തായിരുന്നു മിസ്റ്റേക്കൻ ഷെയർ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലായിട്ട് ഇവർക്ക് കിട്ടേണ്ടിയിരുന്ന ഷെയർ, അതിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ 3:4:5:8 ആണ്. അപ്പോൾ ഇവിടെ കേവലം റേഷ്യോയിലെ മാറ്റം മാത്രം കൊണ്ടുവന്നാൽ പോരാ, ആ എമൗണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കൂടെ നമുക്ക് അവിടെ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമുക്കിതിനെ കൺസിഡർ ചെയ്ത് 3:4:5:8 ആണെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയേ. അപ്പോൾ 8 × 5 13 4 17 3 20 കിട്ടിയോ? അപ്പോൾ ഇവിടെ 8 × 5 13 13 4 17 3 20 കിട്ടിയല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. 20 എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ 4360 ആണ്. 4360. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ എമൗണ്ടും എന്താണെന്ന് നമുക്കിവിടെ കണ്ടുപിടിക്കണം. അതാണ് ഇവിടുത്തെ ടൈം കൺസ്യൂമിങ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രാക്ടിക്കലി ഇനി പ്രോബ്ലംസ് നമ്മൾ എക്സാംസിന് ചെയ്യുന്ന അവസരത്തിൽ ആദ്യമേ തന്നെ ഇത് ഓരോരുത്തർക്കും എത്ര വീതം കിട്ടിയെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ നിൽക്കുന്നില്ല. പകരം ഓരോരുത്തരുടെ വീതം ടെസ്റ്റ് ചെയ്താൽ മതിയാവും. ഇതാണ് ആക്ച്വലി അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഇവിടുത്തെ വാല്യൂസിനെ നമുക്ക് വഴിയെ കൊണ്ടുവരാം, ആവശ്യത്തിനനുസരിച്ച് കൊണ്ടുവരാം. ഇനി എന്തായിരുന്നു റോങ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ റോങ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 1/3:1/4:1/5:1/8. പൊതുവെ ഇത്തരം റേഷ്യോയെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ സെക്ഷൻസിൽ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്ററിൻ്റെ ഒക്കെ കൂടെ LCM കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഒക്കെ LCM ശ്രദ്ധിച്ചോണം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലായി. 4ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് 8 അല്ലേ? അപ്പം 4നെ വിട്ടേക്ക്. 3, 5, 8 ഒരു ബന്ധമില്ലാത്തവരാ. അപ്പോൾ അവരെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 8 40 40 × 3 120. അപ്പോൾ ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടി 40, ഇവിടെ നമുക്ക് കിട്ടി 30, ഇവിടെ നമുക്ക് കിട്ടി 24, ഇവിടെ നമുക്ക് കിട്ടി 15. അപ്പോൾ ഇതെല്ലാം കൂടി ഇതാണ് ഇവിടുത്തെ റോങ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതിനെയെല്ലാം കൂടെ നമ്മൾ കൂട്ടി നോക്കി. 40 30 70, 70ഉം 24ഉം 94, 104 5ഉം 109, 109 എന്ന് കിട്ടി. ഇതാണ് 4360. അപ്പോൾ ഈ രണ്ട് സാഹചര്യത്തിലും വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഇവിടെ നമ്മൾ നോക്കി ഈ 20യെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 4360 കിട്ടും എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കിട്ടി ഒരു 218 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ 20 × 218. 109നെ എന്തുകൊണ്ട് ഗുണിക്കണം? ഇവിടെ 40 കൊണ്ട് ഗുണിച്ചാൽ മതി. മനസ്സിലായോ? ഇതനുസരിച്ച് നമ്മൾ വാല്യൂസിനെ മാറ്റം വരുത്തുക. ഇവിടെ നോക്കൂ, 3 × 218 ആണ്.
3 ഇൻറ്റു 218. അപ്പോൾ എത്രയെന്ന് വന്നോളും 654. അപ്പോൾ ഇവിടെ ആക്ച്വലി കിട്ടേണ്ട എമൗണ്ട് 654. ഇവിടെ നമ്മൾ നോക്കി 40 ഇൻറ്റു 40 1600 അല്ലേ. അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ എക്ക് എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഇത് എയുടെ ഷെയർ, ബിയുടെ ഷെയർ, സിയുടെ ഷെയർ, ഡിയുടെ ഷെയർ. അപ്പോൾ എക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൂടുകയാണ് ചെയ്തല്ലേ. ആ കൂടിയത് എത്ര രൂപയാണെന്ന് നോക്കി. അപ്പോൾ മനസ്സിലായി 600 1600 ഡിഫറൻസ് 1000. 1000 നിന്ന് 54 കുറച്ചാൽ മതി. 1000 നിന്ന് 54 കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എത്രയെന്ന് തോന്നുള്ളൂ 946 മോർ അല്ലേ. 946 മോർ. ഇവിടെ കണ്ടോ 956 മോർ എന്നല്ലേ. അപ്പൊ ഇതല്ല. അടുത്തയാളെ കൊണ്ടുവന്നു. അടുത്ത വന്നു 4 ഇൻറ്റു 218 വന്നു. 4 ഇൻറ്റു 218. അപ്പൊ നമുക്ക് ഇവിടെ ആ ഒരു പോയിന്റിനെ വീണ്ടും കൊണ്ടുവരിക. 4 ഇൻറ്റു 218 എന്ന് പറയുമ്പോൾ 872 എന്ന് വരും. 872. ഇവിടുത്തെ വാല്യൂസിനെ കൺസിഡർ ചെയ്തു. ഇവിടെ വന്നപ്പോൾ 40 ഇൻറ്റു 30 1200 ആണ്. ഇവിടെ എന്താ മാറ്റം നോക്കി. 872 നിന്ന് 1200 900 നിന്നാണ് ഈ 300 അല്ലേ. 900 നിന്നാണ് ഈ 300. അപ്പൊ ഇത് 328 കൂടുതൽ എന്നല്ലേ വന്നേ. 328. അപ്പൊ ഇവിടെ നോക്കിയേ കണ്ടോ, വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തെറ്റുവാൻ പാകത്തിനാണ് ഈ ഓപ്ഷൻസിനെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത നമ്മൾ ഇനി സി എ കുറിച്ച് ചിന്തിക്കുകയാണ്. ഡിയിലേക്ക് പോകുന്നതിന് മുമ്പ് സി എ കുറിച്ച് ചിന്തിച്ചു. ഇപ്പൊ സി എ കുറിച്ച് ചിന്തിച്ചപ്പോൾ 5 ഇൻറ്റു 218. 5 ഇൻറ്റു 218 എന്ന് പറയുമ്പോൾ എത്ര വന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. 18 5 90 അല്ലേ. 18 5 90. അപ്പോൾ അടുത്ത് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കിന് രണ്ടും കൂടിയുണ്ട്. അപ്പോൾ ഇത് 1090 എന്നുണ്ട്. 1090. ഇവിടെ 24 ഇൻറ്റു 40 കുറിച്ച് ചിന്തിച്ചു. 24 ഇൻറ്റു 40 എന്ന് പറഞ്ഞപ്പോൾ 0 വന്നു. 24 4 എത്രയെന്ന് വന്നോളും 48. 960 എന്ന് വന്നില്ലേ. 960. അപ്പൊ ഇവിടെ സിക്ക് എന്ത് മാറ്റം വന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് 1060 ആയിരുന്നു എന്ന് കരുതുക. ഇത് 960 ആണെങ്കിൽ 100 രൂപയുടെ വ്യത്യാസമല്ലേ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായി 130 രൂപ ഇവിടെ കുറയുകയാണ് ചെയ്തത്. 130 രൂപ നമുക്ക് ഇവിടെ കുറഞ്ഞു. കിട്ടിയോ. അപ്പൊ ആ ഒരു ഡിഫറൻസിനെ നമ്മളപ്പോൾ അവിടെ കൺസിഡർ ചെയ്തോണം. അപ്പൊ ഇവിടുത്തെ വാല്യൂ വന്നപ്പോൾ 130 രൂപ കുറഞ്ഞു. അപ്പൊ ഇതുമല്ല എന്ന് കിട്ടി. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ആൻസർ. ഈ സി ആയിരിക്കത്തില്ലേ. കണ്ടോ. ഇപ്പൊ ഡിയിലെ മാറ്റം അതുകൊണ്ട് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. അപ്പൊ ഇവിടെ വന്നപ്പോ 8 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. 8 64 6 8 6 14 വീണ്ടും 1 16 1 17. ഇവിടെ 15 ഇൻറ്റു 40 കുറിച്ച് ചിന്തിച്ചോ. 15 ഇൻറ്റു 40 എത്ര 600. ഇവിടുത്തെ ഡിഫറൻസ് കണ്ടോ 1144 രൂപ കുറവല്ലേ. അപ്പൊ ഇതല്ലേ നമ്മുടെ ആൻസർ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ടൈം കൺസ്യൂമിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഈ വാല്യൂസിനെ മുഴുവൻ കണ്ടുപിടിച്ചിട്ട് തന്നെ വേണം നമുക്ക് ആൻസറിലേക്ക് എത്താൻ. അപ്പോൾ ഓർത്തു നോക്കൂ, നമ്മൾ സാധാരണഗതിക്ക് എത്തിച്ചേരുവാൻ സാധ്യതയുള്ള ലാസ്റ്റ് ഓപ്ഷനെയാണ് ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പം ഇനി അത്തരം ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ തീരുമാനിക്കുക ഇത് നമുക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ അറ്റൻഡ് ചെയ്യണോ അതോ അതിനെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അറ്റൻഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പരിഗണിക്കുകയാണോ വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ തരത്തിൽ സ്ട്രാറ്റജിക്കലി നമ്മൾ അതിനെ ഒന്ന് സെലക്ട് ചെയ്തോണം. അടുത്ത നോക്കിയോ. ABC divide a certain sum of money among themselves. The average of the amounts with them is 4520. Share of A is 10 and 2/3% more than the share of B and 33 and 1/3% less than the share of C. അപ്പോൾ എയെ കുറിച്ച് തന്നെയാണ് ആ രണ്ടും പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ 10 and 2/3% മോർ, നമ്മൾ ആദ്യം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് എന്താണ് 10 and 2/3%. എങ്ങനെയാണ് അതിനെ ഒരു റേഷ്യോ ആക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. 10 and 2/3% എന്ന് പറഞ്ഞാൽ 32/3% ആയതുകൊണ്ട് ബൈ 100 കൂടെ കൊടുത്തു. ചെയ്താൽ മനസ്സിലായോ. 3 × 10 30 + 2 32/3. ഈ പെർസെന്റ് മാറ്റാനായിട്ട് ബൈ 100 എന്നും കൂടെ കൊടുത്തു. അപ്പം ഇതിനെ നമുക്ക് മനസ്സിലായപ്പം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം 8/75 എന്ന് കിട്ടും. 8/75 ഇങ്ങനെ കിട്ടിയിട്ട് എന്താ ഇപ്പോൾ കാര്യം. നമ്മളിവിടെ പറയുകയാണ് എയും ബിയും സിയും കമ്പൈൻ ചെയ്യുന്ന രീതിയെക്കുറിച്ച് പറയുക. ഇവിടെ പറയുകയാണ് ദ ഷെയർ ഓഫ് എ ഈസ് 10 and 2/3% മോർ ദാൻ ബി. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ കിട്ടിയത് 8/75 എന്നാണല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ബിയുടെ സ്ഥാനത്ത് ഈ 75 ഒന്ന് ഇട്ട് കൊടുക്കണം. ഇപ്പം ബിയുടെ സ്ഥാനത്ത്
75. അപ്പോൾ എ എന്തിട്ട് കൊടുക്കണം? എ അതിനേക്കാൾ 8 കൂടുതൽ. അപ്പോൾ അതിനേക്കാൾ 8 കൂടി, ഇതിനോട് 8 കൂട്ടി, 75ഉം 8ഉം 83 എന്നെടുത്തോണം. 8 കൂടുതൽ. അപ്പോൾ ഇവിടെ 75നോട്, അപ്പോൾ ഇവിടെ മാറ്റം വരുന്നത് ശ്രദ്ധിച്ചോണം. 75 + 8 / 75 എന്ന് ചിന്തിച്ചാൽ മതി, അത്രയും കൂടി. അപ്പോൾ അതാണ് 83. ഇനി അടുത്തയാളെ മനസ്സിലാക്കൂ. ഇവിടെ ആൻഡ് 33 and 1/3% ലെസ് ദാൻ സി. ആര് ഈ 33 1/3% ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? 33 1/3% ഫ്രാക്ഷൻ 1/3 എന്നാണ് കേട്ടോ. എന്താ അത് അങ്ങനെ വരുന്നത്? 3 × 33 99 + 1 100/300. അത് പിന്നെ എല്ലാവർക്കും കാണാതറിയാവുന്നൊരു വാല്യൂ പഠിച്ചു വെച്ചോണം. ഈ 1/3 ലെസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിനോമിനേറ്റർ 3 തന്നെ 3ൽ നിന്ന് 1 കുറച്ച്, അപ്പോൾ 2/3 എന്നാവും. എന്ന് പറഞ്ഞാൽ സി ഇവിടെ 3 ആണെങ്കിൽ എ ഇവിടെ 2 ആണ്. ഇതാണ് സംഭവം. അപ്പോൾ റേഷ്യോ കമ്പൈൻ ചെയ്യുന്നതിൻ്റെ മറ്റൊരു പ്രായോഗികമായ വശമാണിത്. അപ്പോൾ ഇതിനെ ഇനി നമ്മൾ കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇവ തമ്മിൽ അങ്ങ് ഗുണിച്ചു. 2 × 83 166. ഇവ തമ്മിൽ ഗുണിച്ചോ 2 × 75, അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ, 150. ഇനി ഇവിടത്തെ വാല്യൂ കിട്ടേണ്ടത് ഇവ തമ്മിൽ അങ്ങ് ഗുണിച്ചോ 3 × 83 249. കിട്ടിയോ? അപ്പം നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും റേഷ്യോ കിട്ടി. വാട്ട് ഈസ് ദ ഷെയർ ഓഫ് ബി? ബിയുടെ ഷെയർ എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബിയുടെ ഷെയർ എന്തായാലും 150ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് എന്ന് മനസ്സിലാക്കിക്കോണം. ഇനി അതിനെ തന്നിരിക്കുന്ന ഡേറ്റയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ദ ആവറേജ് ഓഫ് ദ എമൗണ്ട്, അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുന്നു എന്ന് കരുതുക. ഇതെല്ലാം കൂടെ കൂട്ടുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലായി 6 0 9 9 6 15. 1 ഇവിടെ കൂട്ടി 5 5 10 10 6 16. വീണ്ടും 1 ഉണ്ട്, അത് ഇവിടെ കൂട്ടി തുടങ്ങിക്കൂ. 2 3 5. അപ്പോൾ ഇത് 565 എന്ന് വന്നു. ഇത് സൂചിപ്പിക്കുന്നത് എത്രയാണ്? 4520 ആണോ? ആവറേജ് എമൗണ്ട് 4520 ആണ് കേട്ടോ. അപ്പം ഇവിടെ മനസ്സിലാക്കിക്കോണം, ആവറേജ് എന്ന് പറയുന്നത് 4520 ആണെങ്കിൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ അത് 4520 × 3 അല്ലേ? കാര്യം എന്താ? 3 പേരുടെ ആവറേജ് ആണ് കേട്ടോ. 4520 × 3 4520 × 3 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിനി അവിടെ നിന്ന് കണ്ടുപിടിക്കണം 565നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ വാല്യൂ കിട്ടുക എന്നുള്ളതാണ് നമ്മളവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂവിനെ കണ്ടുപിടിക്കാൻ 4520 × 3 ഡിവൈഡഡ് ബൈ 565 എന്ന് ചിന്തിച്ചു. അപ്പോൾ ഇതിനെ നമുക്കിനി അവിടെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇവയെ നോക്കിയപ്പോൾ വലിയ എളുപ്പത്തിലൊന്നും കിട്ടുന്നൊന്നുമില്ല. നമ്മളതിനെ 5 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്തു. 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 5 5, അടുത്ത 13 5 65 എന്ന് തോന്നുന്നല്ലേ. ഇവിടെ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ I 9 45 0 I 4 20 113 904. എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കിക്കേ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി 113 8 തവണയല്ലേ 904 വരിക. 113 × 8. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ഇത് 24 അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനെ 24 കൊണ്ട് ഗുണിച്ചാൽ ഈ വാല്യൂ കിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഷെയർ ഓഫ് ബി? അപ്പം ഇതേ ഇൻറ്റു 24 ചെയ്താൽ പോരെ. അപ്പം നോക്കൂ 150 × 24. നമുക്കറിയാം 15 × 24 എന്ന് പറയാൻ 360 വരും. 150 വന്നപ്പോൾ എത്ര വന്നു? 3600 എന്ന് നമുക്ക് കിട്ടിക്കുള്ളൂ. 3600. അടുത്ത് നോക്കിക്കോ. 3 numbers are in the ratio 1/4 5/9 7/12. The difference between the greatest and the smallest numbers is 180. Find the sum of all the 3 numbers. അപ്പോൾ പൊതുവെ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആദ്യമേ തന്നെ ഈ റേഷ്യോയെ എൻ്റെ ഫ്രാക്ഷണൽ ഫോമിൽ നിന്ന് മാറ്റിയിട്ട് ഇൻറ്റീജർ ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ഇത് 1/4 5/9 7/12 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൻ്റെ LCM 4 9 12. എന്താണ് LCM? പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതല്ലേ. ഇവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതിയേ. 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ തന്നെയാണ് 12. വലുതിനെ പിടിച്ചോ. 12 എന്ന് പറയുന്നത് 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ. അപ്പം 4നെ അങ്ങ് വിട്ടു. ഇനി 9നെയും 12നെയും കൂടെ ശ്രദ്ധിച്ചാൽ മതി.
12ന്റെ മൾട്ടിപ്പിൾ എപ്പോഴാണ് 9ൻ്റെയും കൂടെ മൾട്ടിപ്പിൾ ആകുക ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് LCM എന്ന് പറയുന്നത് 12ന്റെ മൾട്ടിപ്പിൾസിനെ നോക്കി. അപ്പോൾ സെക്കൻഡ് മൾട്ടിപ്പിൾ ഓഫ് 12 24 ആണ്. ഇറ്റ്സ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 9. തേർഡ് മൾട്ടിപ്പിൾ ഓഫ് 12 36 ആണ്. യെസ്, ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ഓൾസോ. അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ 36 എന്ന് പറയുന്ന ആരാ? LCM ഓഫ് ഡിനോമിനേറ്റേഴ്സ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടി 1/4 ഇൻറ്റു 36 9. 5/9 ഇൻറ്റു 36. അപ്പോൾ 36/9 4 ആണ്. അപ്പോൾ ഇത് ഇൻറ്റു 5 വന്നപ്പോൾ 20. 7/12 ഓഫ് 36. അപ്പോൾ 36/12 3 ആണ്. 3 ഇൻറ്റു 7 21. ഇങ്ങനെ കിട്ടിയല്ലോ. 9:20:21. എത്രയും കിട്ടി. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് നമ്പേഴ്സ് ഈസ് 180. അപ്പോൾ ഗ്രേറ്റസ്റ്റും സ്മോളസ്റ്റുമായിട്ടുള്ള ഡിഫറൻസ് 12 അല്ലേ? ഇതാണ് 180. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സം ഓഫ് ദ 3 നമ്പേഴ്സ്. അപ്പോൾ സം എന്താണെന്നുള്ളത് ഇവിടെ നോക്കിയേ. സം ഓഫ് ദ 3 നമ്പേഴ്സ് ഇതെല്ലാം കൂടെ കൂടി 21 9 30 പ്ലസ് 20 50. കിട്ടിയോ? 50 കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി 12നെ ഒരു 15 കൊണ്ട് ഗുണിച്ചാൽ പോരെ 180 കിട്ടാൻ. ഇതേപോലെ 50നെ ഒരു 15 കൊണ്ട് ഗുണിച്ചു. ഇപ്പോൾ 15 5 75 അപ്പം നമുക്ക് എത്രയെന്ന് കിട്ടിക്കോളും? 750 എന്ന് കിട്ടി. അപ്പോൾ താരതമ്യേന ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ കൺവേർഷൻ ഓഫ് റേഷ്യോ വാല്യൂസ് ടു എ കൺവീനിയൻറ്റ് ഫോം എന്നുള്ളതായിരുന്നു അവിടെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അടുത്തൊരു ടിപ്പിക്കൽ മോസ്റ്റ് റിപ്പീറ്റഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. 4p = 6q = 9. അപ്പം അങ്ങനെയാണെങ്കിൽ p/q/r എന്നാണ്. 4p 6q = 9. പൊതുവെ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരു ട്രിക്ക് അപ്ലൈ ചെയ്യാറുള്ളത് ഇത് ഹൈഡ് ചെയ്യും, മറ്റേ 2 മൾട്ടിപ്ലൈ ചെയ്യും. ഇത് ഹൈഡ് ചെയ്യും, അടുത്ത 2 മൾട്ടിപ്ലൈ. ഇത് ഹൈഡ് ചെയ്യും, അടുത്ത 2 മൾട്ടിപ്ലൈ. എന്നാൽ ഇവിടെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, ഇത്തരം ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസ് നമുക്ക് ഫേവറബിൾ സെറ്റ് ഓഫ് വാല്യൂസാണ്. 4 6 9. വട്ട് ഈസ് LCM? 4 6 and 9. പെട്ടെന്ന് മനസ്സിൽ കിട്ടുന്നു. 4 6 and 9ൻ്റെ LCM 36 കേട്ടോ. ഇത് LCM ഓഫ് 4 6 9 ഇങ്ങനെ കിട്ടിയ കാര്യം എളുപ്പമായി. അതിനോട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നതായിട്ട് കരുതിക്കോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ p/q/r എന്ന് പറയുമ്പോഴേ 4p 36 ആണെങ്കിൽ p 9 അല്ലേ? 6q 36 ആണെങ്കിൽ q 6 അല്ലേ? 9r 36 ആണെങ്കിൽ r 4 അല്ലേ? സോ ദ ആൻസർ ഈസ് 9:6:4 എന്ന് നമുക്ക് എളുപ്പത്തിൽ കിട്ടും. പിന്നെ മറ്റൊരു വശമുണ്ട് കേട്ടോ. നേരിട്ട് ഈ ഓപ്ഷൻ എടുത്ത് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്താൽ മതി. എവിടെ ഇത് ഈക്വൽ ആകുന്നത് നോക്കിയാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് 4p 4 × 9 36, 6q 6 × 6 36, 9r 9 × 4 36. അപ്പം അങ്ങനെ ചെറിയ ബേസിക് ലെവൽ വാല്യൂസ് വരുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആ രീതിയിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുവാനായിട്ട് പറ്റും. If 9685 is divided in 3 parts such a way that 1/4 of the first part, 1/3 of the second part and 1/6 of the third part are equal, then what is the first part? ഓർമ്മ വരുന്നോ ഇങ്ങനൊരു ചോദ്യം കണ്ടപ്പോൾ ഏത് ആപ്ലിക്കേഷനാണ് കൊടുക്കേണ്ടത് എന്ന്? അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റേഷ്യോസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 പാർട്ടായിട്ട് നമ്മൾ തിരിച്ചു. അപ്പോൾ A + B + C അതാണ് 9685. അപ്പോൾ നമ്മളോട് പറയുന്നത് such a way that 1/4 of the first part, അപ്പോൾ 1/4 of the first part is equal to 1/3 of the second part, 1/3 of the second part is equal to 1/6 of the third part, 1/6 of the third part. ഇങ്ങനെ വന്നാൽ ഓർക്കൂ, നമ്മൾ പഠിച്ച ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റേഷ്യോസിലെ ടൈപ്പ് 2 ആണിത്. ഇങ്ങനെ ഡിനോമിനേറ്റർ മാത്രം വന്നാൽ അതിനെ നമുക്ക് നേരിട്ട് ആ ഡിനോമിനേറ്റേഴ്സ് അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് 4:3:6 എന്ന്. 4:3:6. അപ്പം അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് പാർട്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് എ എന്താണെന്ന് കണ്ടുപിടിക്കാൻ മനസ്സിലായി. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര വരിക? എല്ലാം കൂടെ കൂട്ടിയാൽ 13 ആണല്ലേ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിഗർ എന്താ? 4. ഫസ്റ്റ് പാർട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 4 ആണ്. അപ്പോൾ 4/13 ഓഫ് ദ ടോട്ടൽ എത്രയാണ്? 9685 അല്ലേ. അപ്പോൾ ഇത് എത്രയാണ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ 9685നെ നമുക്ക് ഇവിടെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
അപ്പോൾ ഇവിടെ മറ്റൊരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാം. ഒരു പോയിന്റ്, ഇത് 13 എന്തായാലും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മുടെ ആൻസർ ഡെസിമൽ ഫോമിൽ വരും. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നൊന്നും ഡെസിമൽ അല്ല. അപ്പോൾ നമ്മുടെ ശ്രദ്ധ ഈ 4ലേക്ക് വന്നു. ഈ 4നെ എന്തായാലും ശല്യം ചെയ്യാൻ ഇവിടെ ഡിനോമിനേറ്ററിൽ ആരും ഇല്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായാലും 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. യൂഷ്വലി അതൊരു വീക്കായിട്ടുള്ള കൺക്ലൂഷനാണ്, ടെസ്റ്റിംഗ് പോയിന്റ് ആണ്. പക്ഷേ ഈ സെറ്റ് ഓഫ് ഓപ്ഷൻസിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇതിൽ 4ൻ്റെ ഓപ്ഷൻസ് എത്ര എണ്ണം ഉണ്ട്? എങ്ങനെ ഈ 4ൻ്റെ മൾട്ടിപ്പിൾസ് എത്ര എണ്ണം ഉണ്ട്? എങ്ങനെയാണ് 4ൻ്റെ മൾട്ടിപ്പിൾസിനെ തിരിച്ചറിയുക? അവസാന രണ്ടക്കം ഡിവിസിബിൾ ബൈ 4 ആണോ? ഇതിലല്ല. അപ്പം ഇതല്ല ഉത്തരം. ഇതാണോ? അല്ല. ഇതാണോ? അതെ. ഇതാണോ? അല്ല. സോ ദർ ഈസ് ഓൺലി വൺ വാല്യൂ. അവനെ അധികം കഷ്ടപ്പെടാൻ നിൽക്കേണ്ട, ഈ ഒരു ഡിവിഷന് വേണ്ടിയിട്ട് ഇനി നിൽക്കേണ്ട, നേരിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം. സോ ദ ആൻസർ ഈസ് 2980 എന്ന് കിട്ടിക്കോളൂ. അപ്പം അത്തരത്തിലുള്ള ചില പൊടിക്കൈകൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യണം, എങ്കിലേ ടൈം എഫക്റ്റീവായിട്ട് നമുക്ക് അതിനെ ചെയ്ത് തീർക്കാൻ പറ്റും. So move to the next question. Two positive numbers are in the ratio 8:30. The sum of the squares is 2097. Then the sum of the two numbers. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടെ ശ്രദ്ധിച്ചു, സം ഓഫ് ദ ടു നമ്പേഴ്സ്. ടു പോസിറ്റീവ് നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 8:13 ഇങ്ങനെ വന്നു. സം ഓഫ് ദ ടു നമ്പേഴ്സ് 21 എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, സം ഓഫ് ദ ടു നമ്പേഴ്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 21. പിടിയോ? ലുക്ക് അറ്റ് ദ ഓപ്ഷൻസ്. 21ൻ്റെ മൾട്ടിപ്പിൾ ഒരാളല്ലേ ഉള്ളൂ. സോ ദാറ്റ്സ് ആൻസർ. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ ഒറ്റ ട്രിക്കേ നമുക്ക് ആൻസറിലേക്ക് വരാം. ഇനി എന്തായിരുന്നു അതിൻ്റെ മര്യാദയ്ക്കുള്ള വഴി എന്നുള്ളത് നമുക്ക് നോക്കാം. ഏത് തരത്തിലാണ് അവരെ കൊണ്ടുവരിക? ടു പോസിറ്റീവ് നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 8:13. അപ്പോൾ ആ നമ്പേഴ്സിനെ നമുക്ക് 8x എന്നും 13x എന്നും കരുതിക്കോ. ദീസ് ആർ ദ ടു നമ്പേഴ്സ്. ദ സം ഓഫ് ദ സ്ക്വയേഴ്സ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്തു, 8x സ്ക്വയർ പ്ലസ് 13x സ്ക്വയർ, അതാണ് 2097. എന്ന് വെച്ചാൽ ഇത് 64x സ്ക്വയർ പ്ലസ് 169x സ്ക്വയർ, അതാണ് 2097. എന്താണ് 169 164 കൂടെ കൂട്ടുക. അപ്പോൾ ഇവിടെ 9 4 13, 16 6 22, 1 23 എക്സ് സ്ക്വയർ, ഇതാണ് 2097. അപ്പോൾ എക്സ് സ്ക്വയർ എന്താണെന്ന് നോക്കി, 2097/233. ഇവിടെയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? അവിടെയൊക്കെ നമ്മൾ ഒരു ഇൻ്റലക്ച്വൽ വേ അപ്രോച്ച് ചെയ്തോണം. എന്തായാലും എക്സ് സ്ക്വയർ ആണ് ഈ കിട്ടാൻ പോകുന്നത്, അപ്പോൾ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും എന്ന് മനസ്സിൽ കരുതിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു, ഇത് ഡിനോമിനേറ്ററിൻ്റെ 10 മടങ്ങുണ്ടോ ന്യൂമറേറ്റർ? ഇല്ല, 10 മടങ്ങിന് അടുത്തുണ്ടല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി 10-ന് പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? 9 ആണ്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കി, 3 × 9 7 തന്നെ വരുന്നില്ലേ? ഇത്തരം ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ എത്തി. എക്സ് സ്ക്വയർ 9 ആണ്. എക്സ് സ്ക്വയർ 9 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എക്സ് എന്താ വരിക? 3 എന്ന് വരും. അപ്പം ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ദ സം ഓഫ് ടു നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ സം ഓഫ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 8x + 13x. അപ്പോൾ അത് നമുക്ക് കിട്ടി 21x. വി ഫൗണ്ട് ദാറ്റ് x = 3. അപ്പോൾ ഇവിടെ എന്തെന്ന് കിട്ടി? ഇത് 21 × 3 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 63. അപ്പോൾ ഈ ഒരു വേയിലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെ ചെയ്യുക. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ സ്മാർട്ട് അപ്രോച്ച് മനസ്സിൽ വേണം. അത് നമുക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റണം. അടുത്ത നോക്കൂ, ABC 1/4, 1/3, 1/2. അങ്ങനെയാണ് A/B, B/C, C/A, അതിൻ്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ A:B:CA ഒരു കൺവീനിയൻറ്റ് ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ ഇവിടെ 1/4, 1/3, 1/2. ഇവിടെ നിന്ന് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇല്ലാതെ തന്നെ A/B യും B/C എക്സെട്ര ഒക്കെ കൊണ്ടുവരാം.
എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എ ബൈ ബി എന്ന് നമ്മളോട് ചോദിച്ചാൽ എ എന്ന് പറയുന്നത് 1/4, ബി എന്ന് പറയുന്നത് 1/3. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി 1/4/1/3 അല്ലേ, ചുരുക്കി പറഞ്ഞാൽ അത് 3/4 എന്ന് കിട്ടും. അപ്പം നേരിട്ട് അങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ എ ബൈ ബി, ബി ബൈ സി, സി ബൈ എ, സി ബൈ എ. അപ്പോൾ ഇവിടെ എ ബൈ ബി ഈസ് ടു ബി ബൈ സി ഈസ് ടു സി ബൈ എ. അപ്പോൾ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യുമ്പോൾ എ ബൈ ബി എന്നുള്ള കേസിൽ നമുക്കിതിനെ കൺസിഡർ ചെയ്താൽ മനസ്സിലായി, അതപ്പോൾ 3/4 പിടികിട്ടി. എന്താ സംഭവം? ഒരു ട്രിക്ക് പിടികിട്ടി. നിങ്ങൾ റെസിപ്രോക്കൽ ആയതുകൊണ്ട് എ ബൈ ബി എന്നെഴുതുമ്പോൾ ബിയുടെ ഡിനോമിനേറ്റർ ആദ്യവും എയുടെ റെസിപ്രോക്കൽ താഴെയും എഴുതിയാൽ മതി. ബിയുടെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയിട്ടും എയുടെ ഡിനോമിനേറ്റർ ഇവിടെ ഡിനോമിനേറ്ററുമായിട്ടും അങ്ങ് എഴുതുക. അപ്പോൾ ബി ബൈ സി വന്നു. അപ്പോൾ സിയുടെ ഡിനോമിനേറ്റർ മുകളിൽ എഴുതി, എന്നിട്ട് ഈ 3 താഴെ എഴുതി. ഇനി സി ബൈ എ എഴുതി. അപ്പോൾ എയുടെ ഡിനോമിനേറ്റർ മുകളിൽ, സിയുടേത് താഴെ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് അതിന് എഴുതരുതോ? ഇപ്പോൾ എഴുതിയ ഓർഡർ പിടികിട്ടിയോ? അപ്പോൾ ഇനി നമുക്ക് ഇവരെയൊക്കെ ഒരു ഇൻറ്റീജർ ഫോമിലാക്കാൻ ഈ ഡിനോമിനേറ്ററിൻ്റെ LCM ആയിട്ടുള്ള 12 കൊണ്ട് ഗുണിച്ചു. ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM 4, 3, 2 LCM. അപ്പോൾ അതിന് LCM എന്ന് പറയുമ്പോൾ 12 ആണ്. അപ്പോൾ 12 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം, 3/4 വന്നു. ഇതിങ്ങനെ കട്ടായി 9 എന്ന് വന്നില്ലേ? സോ ദ ഫസ്റ്റ് വാല്യൂ ഈസ് 9. അപ്പോൾ ബാക്കി സമയം കളയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നോക്കിക്കോണം, 9-ൽ തുടങ്ങുന്ന ഒരു ഓപ്ഷനേ ഉള്ളെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോണം. അപ്പോൾ എല്ലാം ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്തോണേ. അടുത്ത് നോക്കി 2/3 2/3. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തു, 4 ആണ്, 8 എന്ന് വന്നു. അപ്പോൾ 9:8 വരുന്ന ഇതല്ലേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് 9:8:24. 9:8:24. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. The perimeter of a rectangle is 50 centimeter. Its area and length are in the ratio. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള റേഷ്യോ ഫോമാണ്. സാധാരണ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു തരത്തിലല്ല. ഏരിയയും ലെങ്ത്തും കൂടി ആയിപ്പോയി. ഏരിയ 2 ക്വാണ്ടിറ്റിയുടെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ മതി. അപ്പോൾ ഇറ്റ്സ് ഏരിയ ആൻഡ് ലെങ്ത് ആർ ഇൻ ദ റേഷ്യോ 5:1. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ. അപ്പോൾ ഇവിടെ റെക്റ്റാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിൻ്റെ പെരിമീറ്റർ? ഇപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നുള്ള. പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റയർ ഫ്രെയിമിൻ്റെ ലെങ്ത് കേട്ടോ. 2 നീളമുണ്ട്, 2 വീതിയുമുണ്ട്. അതാണ് 2 ടൈംസ് ഓഫ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇത് 50 ആണെന്ന് നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 25 എന്ന് കിട്ടിയില്ലേ? അങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്കറിയാം ഏരിയ എന്താണ്? ഏരിയ എന്ന് പറയുന്നത് L/B ആണ്. ഇവിടെ ഏരിയ, സോ ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഏരിയ ആൻഡ് ലെങ്ത് ആർ ഇൻ ദ റേഷ്യോ. അപ്പോൾ ഏരിയ ബൈ ലെങ്ത്, ഇതിൻ്റെ റേഷ്യോയെ കുറിച്ചാണ് പറഞ്ഞു. ഇപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ L/B ആണെന്ന് പറഞ്ഞു, ബൈ ലെങ്ത് ഈ റേഷ്യോ 5:1 ആണെന്നല്ലേ പറഞ്ഞേ. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക ബ്രെഡ്ത്ത് എന്നുള്ളത് 5 ആണ്. ഇപ്പോൾ നമ്മൾ എല്ലാം കട്ടായിപ്പോയി. ഇപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5 ആണെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ 2 കാര്യങ്ങളെ കൂടെ ചേർത്തു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 25, ബ്രെഡ്ത്ത് 5. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്താണ് എന്ന് ചോദിച്ചാൽ 25 - 5 ചെയ്താൽ പോരെ? അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് എത്രയെന്ന് തോന്നുള്ളൂ? 20 സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പോൾ ഒരല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. വലിയ കോംപ്ലക്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. കാര്യം ഇത് 2 ക്വാണ്ടിറ്റീസിൻ്റെ പ്രോഡക്റ്റ് ആണ്. ഇതൊരു സിംഗിൾ ക്വാണ്ടിറ്റിയാണ്. നമ്മളവിടെ മാഗ്നിറ്റ്യൂഡിൻ്റെ റേഷ്യോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇല്ലാതെ ഇവ രണ്ടും 2 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു കോൺസെപ്റ്റ് വൈസ് ഒരു കൺഫ്യൂഷൻ വരാനായിട്ടുള്ളൊരു സാധ്യത. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. If the base radius of 2 cylinders are in the ratio 3:4 and their heights are in the ratio 4:9, then the ratio of their volumes. അപ്പോൾ ആദ്യമേ ഈ സിലിണ്ടറിൻ്റെ വോളിയത്തെക്കുറിച്ചൊരു ഐഡിയ വേണം. അപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയം, അപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് πr² h എന്നാണ്. πr²h. അപ്പോൾ ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ
ദ ബേസ് റേഡിയസ്. അപ്പോൾ റേഡിയസ് എന്തൊക്കെയായിരുന്നു? ആർ ഇൻ ദ റേഷ്യോ 3:4. And their heights are in the ratio 4:9. അങ്ങനെയാണ് ഈ വോളിയം എന്ന് പറയുമ്പോൾ പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുമ്പോഴേ ഈ പൈ ഒരു കോൺസ്റ്റൻ്റ് ആണ്, നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട. പകരം ആർ സ്ക്വയർ എച്ചിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ആർ സ്ക്വയർ എച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ 3² × 4 4² × 9 ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചപ്പോൾ ഇവിടെ മനസ്സിലായി, ഇവിടെ ഇത് 9×4 36 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവരാം. ഇല്ലെങ്കിൽ 3² × 4 എന്ന് 3 × 3 × 4 എന്നെടുത്തു. ഇത് 4 × 4 × 9 എന്നും കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 4 × 4 × 9. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടുത്തെ ലൈക്ക് ടേംസിനെ ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ ഒരു 4നെയും ക്യാൻസൽ ചെയ്തു. 9 ഒന്നുമില്ലാത്തതുകൊണ്ട് ഒരു 1 എന്നിട്ടോണേ, ഈ 9നെയും കട്ട് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഇത് 1:4 എന്ന് വന്നില്ലേ? വോളിയംസ് തമ്മിലുള്ള റേഷ്യോ അപ്പോൾ എന്താന്ന് വന്നോളും? 1:4 എന്ന് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ഇത്തരം കേസസിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ 2 കമ്പോണൻ്റ് ആണ്, റേഡിയസും ഉണ്ട് ഹൈറ്റും ഉണ്ട്. അതിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കും πr² h. ഈ പൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫിഗർ ആണ്, എടുക്കേണ്ട, മൈൻഡ് ചെയ്യേണ്ട ഇത്തരത്തിൽ കമ്പാരിസണിലേക്ക് വരുമ്പോൾ എന്നുള്ളത് ശ്രദ്ധിച്ചോ. മറ്റൊരു പ്രധാന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ചലഞ്ച് നമുക്ക് പിടികിട്ടുക കേട്ടോ. ഇഫ് ദ റേഷ്യോ ഓഫ് ദി സെലക്ടഡ് ടു അൺസെലക്ടഡ് കാൻഡിഡേറ്റ്സ് വാസ് 14:25, if 35 less had applied and 10 less selected, the ratio of selected to unselected would have been 3:5. What is the number of candidates who have applied for the job? അപ്പോൾ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യണം. എന്തായിരുന്നു നേരത്തെ സെലക്ടഡ് ടു അൺസെലക്റ്റഡ്? 14:25 അല്ലേ? 14:25. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹു ഹാവ് അപ്ലൈഡ് ഫോർ എ ജോബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 14 + 25. എന്താ 14 + 25? 39. അപ്പോൾ തന്നിരിക്കുന്നത് 39ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആരാണെന്ന് നോക്കണം. ഇറ്റ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 39. ഇത് 39ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയേ. അപ്പോൾ അവിടെ മനസ്സിലായി 150 45 195 ആണ്. അപ്പോൾ ഇതല്ല, ഇത് മൾട്ടിപ്പിൾ ആണ് അല്ലേ? ഇതിന് 39ൻ്റെ മൾട്ടിപ്പിൾ ആണോ? 275 39ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ദർ ഈസ് ഓൺലി 1 വാല്യൂ, സോ ദാറ്റ്സ് ആൻസർ. ഇങ്ങനെ കൊണ്ടുവരാനുള്ളതേ ഉള്ളൂ, ഇത് മനസ്സിൽ വെച്ചോണം. അപ്പോൾ പറഞ്ഞ ഐഡിയ, ആ ഒരു പോയിന്റ്, ഡിവിസിബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് റേഷ്യോ എന്നുള്ള ടോപ്പിക്കിൽ ത്രൂ ഔട്ട് ആപ്ലിക്കബിളാണ്. നമ്മൾ ശ്രദ്ധിച്ചോണം, അത്തരം സാഹചര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് എന്താണ് അതിൻ്റെ അല്ലാത്ത മെത്തേഡ്? ഇവിടെ മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്താൽ എങ്ങനെ കൊണ്ടുവരാം? ഇപ്പോൾ റേഷ്യോ ഓഫ് സെലക്ടഡ് ടു അൺസെലക്റ്റഡ്, അപ്പോൾ അതാണ് 14:25 എന്ന് പറയുന്നത്. 35 ലെസ് ഹാഡ് അപ്ലൈഡ് ആൻഡ് 10 ലെസ് സെലക്റ്റഡ്. അപ്പോൾ ഈ 2 കാറ്റഗറിയെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതിലാണല്ലേ മാറ്റം സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു, സെലക്റ്റഡ് ടു അപ്ലൈഡ് എന്നുള്ളതിനെ കുറിച്ച് കൺസിഡർ ചെയ്യാം. സെലക്റ്റഡ് ടു അപ്ലൈഡ്. ഓക്കെ, നേരത്തെ സെലക്റ്റഡ് ടു അപ്ലൈഡ് എന്തായിരുന്നു റേഷ്യോ എന്നുള്ളത് നോക്കുക. ഇത് സെലക്റ്റഡ് ടു അൺസെലക്റ്റഡ് ആണ് 14:25 എന്നുള്ളത് കൊണ്ട് ഇത് 14 ആ സെലക്റ്റഡും അൺസെലക്റ്റഡും കൂടെ കൂട്ടുന്നതല്ലേ അപ്ലൈഡിൻ്റെ നമ്പർ. അപ്പോൾ അവ തമ്മിൽ കൂട്ടി 25ഉം 14 കൂടെ കൂട്ടിക്കണം. അപ്പോൾ 39. ഇതാണ് 39 കേട്ടോ. 14ഉം 25ഉം കൂടെ കൂട്ടി ഇതാണ് 39. ഇനി അവിടെ സംഭവിക്കുന്നത് സെലക്റ്റഡ് ടു അൺസെലക്റ്റഡിൻ്റെ റേഷ്യോ വുഡ് ഹാവ് ബീൻ 3:5 എന്ന് പറഞ്ഞാൽ പുതിയ റേഷ്യോ 3:, ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര വന്നു? 8 എന്ന് കിട്ടണം. അപ്പോൾ ഇതാണ് ഈ ഒരു ടൈപ്പിൻ്റെ പ്രത്യേകത. സെലക്റ്റഡ് ടു അപ്ലൈഡ് ടോട്ടലാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമുക്കിവിടെ കൊണ്ടുവന്നു, എന്താ സംഭവിച്ചത്? 35 ലെസ് ഹാഡ് അപ്ലൈഡ്. ഇതിന് താഴേക്ക് രണ്ടിലുള്ള വ്യത്യാസത്തെ കൊടുക്കുക. അപ്ലൈഡിൻ്റെ അകത്തൊരു 35 പേര് കുറവ് അപ്ലൈ ചെയ്തു. 10 ലെസ് ഹാഡ് സെലക്റ്റഡ്, ഇപ്പോൾ 10 പേര് ഇവിടെ കുറവ്. ഇത് 2 നമ്പേഴ്സ് ആണെന്ന് ഓർത്തോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിനെ കണ്ടുപിടിക്കാൻ ഈ ഫസ്റ്റ് റേഷ്യോയിൽ കൊടുക്കാവുന്ന ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ എക്സിനെ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ
ചേഞ്ചസ് ഇൻ റേഷ്യോസിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പിനെയാണ് നമ്മളിവിടെ പരിചയപ്പെടുക. അപ്പോൾ ഈ എക്സ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ എക്സിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്ന മാർഗം എക്സ് ഈക്വൽ ടു ചെയ്യേണ്ടത് സെക്കൻഡ് ആൻഡ് തേർഡ് റേഷ്യോസ് അവയെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 3 × 35 മൈനസ് 8 × 10 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് റേഷ്യോയിൽ കൊടുക്കുവാനായിട്ടുള്ള എക്സ് കണ്ടുപിടിക്കാനുള്ള വഴിയെ പറയുന്നു. അപ്പോൾ 3 × 35 മൈനസ് 8 × 10 ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററിൽ ഏതാണോ വലുത് അതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിവിടെ 3 × 39 മൈനസ് 8 × 14 ഇങ്ങനെ കുറച്ചു. ഇവിടെയും ഓർഡറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പക്ഷേ പൊതുവേ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസിൽ ഡേറ്റ സഫിഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഓർഡറിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട. നമുക്ക് കൃത്യമായിട്ടുള്ള വാല്യൂവിലേക്ക് തന്നെ വരും. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക എന്നുള്ള ചിന്തിച്ചാൽ മതി. അപ്പോൾ 3 × 35 കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ 105, ഇത് 80. താഴെ നോക്കി 3 × 39, 3 × 40 120 അല്ലേ? 120. അപ്പോൾ ഇത് 117 എന്ന് മൈനസ് 8 × 14. അപ്പോൾ 80 32 അല്ലേ? അപ്പോൾ 112. അപ്പം ന്യൂമറേറ്റർ 25 ഡിനോമിനേറ്റർ 5 വന്നു. സോ എക്സ് എന്ന് പറയുന്ന 5 എന്ന് എളുപ്പത്തിൽ കിട്ടിയില്ലേ? അപ്പോൾ എക്സ് 5 ആണെങ്കിൽ എത്ര പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്ലൈഡ്. അപ്പോൾ therefore number of students applied. ഇപ്പോൾ സ്റ്റുഡൻസ്, number of students or candidates, not students, candidate applied, number of candidates applied. അപ്പോൾ ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് 39x എന്നല്ലേ? അപ്പോൾ എക്സ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടി. എക്സ് കിട്ടാനുള്ള എളുപ്പവഴിയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തോണം? 39 × 5. അപ്പോൾ ആ കിട്ടുന്നതാണ് 195. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന മോഡൽ അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം. സെലക്റ്റഡ് ടു അപ്ലൈഡ് എന്നാക്കി മാറ്റണം റേഷ്യോസിനെ. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഫൈനലി നമുക്ക് ഒരു ക്വസ്റ്റ്യനോട് നോക്കാം. ഇവിടെ ഇൻ ആൻ എക്സാമിനേഷൻ ദ സക്സസ് ടു ഫെയിലിയർ റേഷ്യോ വാസ് 5:2. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. സെലക്റ്റഡ് ടു അൺസെലക്റ്റഡ് പോലെ തന്നെ ഇവിടെ സക്സസ് ടു ഫെയിലിയർ എന്ന് വന്നു. Had the number of failures been 14 more, the success to failure ratio would have been 9:5. The total number of candidates who have applied for the examination was. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ചിന്തിക്കാം. പക്ഷേ ഞാനിവിടെ ഒരു ചേഞ്ച് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ കൊണ്ടുവരികയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുറത്തുനിന്ന് പിന്നെ കൂടുതൽ ആൾക്കാർ ഈ ഗ്രൂപ്പിലേക്ക് വരുന്നില്ല. ഇവിടെ ജയിച്ചവർ തോറ്റവരുണ്ട്. കുറച്ച് പേര് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു എക്സ്ചേഞ്ച് എന്ന് മാത്രമേ വരുന്നുള്ളൂ. ഒരു ഇന്നർ എക്സ്ചേഞ്ച് ആണ്. ഹാഡ് ദ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ബീൻ 14 മോർ എന്ന് പറയുമ്പോൾ ആ കോൺസെപ്റ്റിനെ മനസ്സിലാക്കിക്കണം. ഓൾറെഡി ജയിച്ച് നിന്നിരുന്ന 14 പേര് തോറ്റെങ്കിൽ എന്നുള്ള അല്ലാതെ ജയിച്ചവരുടെ എണ്ണം അങ്ങനെ തന്നെ നിലനിൽക്കുകയും പുറത്തു നിന്നൊരു 14 പേരെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ അതല്ല. കുറച്ച് പേരെ അപ്ലൈ ചെയ്തതിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. ശ്രദ്ധിച്ചോ. അപ്പം ഇവിടെ ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. ഇങ്ങനെയുള്ളത് കൊണ്ട് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ടോട്ടൽ സ്ട്രെങ്ത്. അപ്പം അതാണ് ഇവിടുത്തെ ഒരു കീ എലമെന്റ്. ദർ ഇസ് നോ ചേഞ്ച് ടോട്ടൽ ഇൻ ദ ടോട്ടൽ സ്ട്രെങ്ത്. അപ്പോൾ ഇവിടെ നോ ചേഞ്ച് ഇൻ ദി ടോട്ടൽ സ്ട്രെങ്ത്. ഇവിടെ ടോട്ടൽ സ്ട്രെങ്തിൽ മാറ്റമൊന്നുമില്ല. അതിനെയാണ് നമ്മൾ ഇവിടെ പിടിക്കാൻ പോകുന്നത്. ഈ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിച്ചോ. ഇതിനെ നമ്മൾ പിടിക്കാൻ പോവാം. ഇപ്പൊ സക്സസ് ടു ഫെയിലിയർ, സക്സസ് ഈസ് ടു ഫെയിലിയർ. അപ്പോൾ അവിടെ നേരത്തെ അത് 5:2 ആയിരുന്നു. ഭാവിയിൽ അത് 9:5 ആകും. ഇതാണ് ഈ പറഞ്ഞത്. ടോട്ടൽ സ്ട്രെങ്ത് സെയിം ആണെങ്കിൽ ഈ സ്ട്രെങ്ത് 7-ഉം ഈ സ്ട്രെങ്ത് 14-ഉം അല്ലേ? ഇവരെ സെയിം ആക്കണം. ഓൾട്രേഷൻ റേഷ്യോ. അപ്പം നമുക്ക് ഇവിടെ കിട്ടി ഈ റേഷ്യോയെ 2 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പോൾ ആ റേഷ്യോ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ മാറ്റം വന്ന പുതിയ റേഷ്യോസിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതാം. അപ്പോൾ ഇത്തവണ സക്സസ് ടു ഫെയിലിയർ നമ്മളൊന്ന് മാറ്റി എഴുതുകയാണ്. 2 × 5 ഇക്വലന്റ് റേഷ്യോ ആണ് എഴുതുന്നത്. 2 × 5 10, 2 × 2 4. താഴെ 9, 5 കിട്ടിയല്ലോ.
അപ്പോൾ ഇവിടെ നമ്മളോട് പറയുകയാണ് ഹാഡ് ദ നമ്പർ ഓഫ് ഫെയിലുവേഴ്സ് ബീൻ 14 മോർ. ഇപ്പോൾ ഫെയിലുവേഴ്സ് കണ്ടോ ഇവിടെ ഒന്ന് കൂടിയില്ലേ? അപ്പോൾ അവിടെ ഒന്ന് കൂടിയപ്പോൾ ഇവിടെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, എന്താ ഇവിടുത്തെ 14 വരെ അങ്ങോട്ടേക്ക് പോയത്? ശ്രദ്ധിച്ചോ. അപ്പോൾ ഈ 1 എന്ന് സൂചിപ്പിച്ചത് 14 ആണ്. ഹാഡ് ദ നമ്പർ ഓഫ് ഫെയിലുവേഴ്സ് ബി 14 മോർ. എന്താ വേണ്ടേ? ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു അപ്ലൈഡ് ഫോർ ദ എക്സാമിനേഷൻ ഹാസ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു അപ്ലൈഡ് ഫോർ ദ എക്സാമിനേഷൻ 14. ശ്രദ്ധിച്ചോ, 14. ഇപ്പോൾ 14 മൾട്ടിപ്പിൾ ആണ് ആൻസർ. അത് ആദ്യം ഞാൻ ഇവിടെ കൊണ്ടുവരാം കേട്ടോ. 9 5 14 നമുക്ക് ഇവിടെ കിട്ടി, അല്ലെ 5 2 7 ഇവിടെ കിട്ടി. 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ എന്നുള്ള ലോജിക്ക് ഇവിടെ ആപ്ലിക്കബിളാണ്. അപ്പോൾ നമുക്ക് 14 അപ്പോൾ എന്തായിരിക്കും നോക്കുക. 1 എന്ന് പറയുന്ന 14. ഇപ്പോൾ 14 എന്ന് പറഞ്ഞാൽ 14 × 14 14 × 14 എത്ര വന്നോളും? 196 എന്ന് നമുക്ക് കിട്ടും. സോ ദ ആൻസർ ഈസ് 196. അപ്പം ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു റിലേഷനെ, ഈ ടോട്ടൽ സ്ട്രെങ്ത്തിൽ മാറ്റമില്ല എന്നുള്ള ആ ഒരു പോയിന്റിനെ ക്യാച്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അപ്പോൾ അതൊക്കെ നമുക്ക് സാധിക്കുന്നത് പ്രോബ്ലംസ് ചെയ്തുള്ള പരിചയത്തിലൂടെ കേട്ടോ. നമുക്ക് പേടിക്കേണ്ട, ആദ്യമേ തന്നെ അങ്ങനെയൊന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റിയില്ല, ആ ഒരു ഐഡിയ ഒന്നും ക്ലിക്ക് ആയില്ല, ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഇത് കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ്ഡ് ആകുമ്പോൾ നമുക്ക് അത്ര ഐഡിയാസ് അവിടെ ക്ലിക്ക് ആവും. അപ്പോൾ ദീസ് ആർ ദ സം ഇമ്പോർട്ടൻറ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വി ഇൻക്ലൂഡഡ് ഇൻ ദ ഫസ്റ്റ് സെറ്റ്. അപ്പോൾ നമുക്ക് വേറെയും ക്വസ്റ്റ്യൻസിനെ അവിടെ പരിചയപ്പെടണം. തൽക്കാലം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.